ധ്രുവ് നിവിയെ ആദ്യം കൊണ്ടുപോയതും ഡ്രസ്സ് എടുക്കുന്ന സ്ഥലത്താണ്. നിവേദ്യ, തനിക്ക് ആവശ്യമുള്ള ചൂസ് ചെയ്തോളൂ. അത്രയും പറഞ്ഞ ധ്രുവ് അവിടെ നിന്നും ഫോൺ വിളിച്ചു മാറി നിന്നു. നിവിയാകെ പെട്ടവസ്ഥയായി. അവൾക്കൊന്നും എടുക്കാൻ തോന്നിയില്ല. എന്താ എടുക്കേണ്ടതെന്നും അറിയില്ല. താനെടുത്ത പൈസ കൂടുതലായാൽ എന്ത് ചെയ്യും? അങ്ങനെ കുറെ സംശയത്തോടെ നിന്നു. പക്ഷേ ഡെമയിട്ടേക്കുന്ന ഒരു സാരിയിൽ അവളുടെ കണ്ണുടക്കി നിന്നു. അവൾക്കതൊരുപാട് ഇഷ്ടമായി. പക്ഷേ എടുക്കാൻ എന്തോ മടി പോലെ. സെയിൽസ് ഗേൾ മുന്നോട്ട് വന്ന് എന്തൊക്കെയോ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ നഖം കടിച്ച് ടെൻഷൻ പിടിച്ചു നിന്നു. പക്ഷേ അപ്പോഴും കണ്ണുകൾ അറിയാതെ ആ സാരിയിൽ വീണുകൊണ്ടിരുന്നു. ധ്രുവ് അങ്ങോട്ട് വന്നപ്പോഴും ഒന്നും എടുക്കാതെ സെയിൽസ് ഗേളിനെ തന്നെ നോക്കിയിരിക്കുന്ന നിവിയാണ് കണ്ടത്. കഴിഞ്ഞോ? നിവി അവനെ ടെൻഷനോടെ നോക്കി. സെയിൽസ് ഗേൾ, സാർ, മാം ഒന്നും എടുത്തിട്ടില്ല. അവൻ നെറ്റി ചുളിച്ച് ചോദിച്ചു. വാട്ട്? ഇത്രയും നേരമായിട്ടോ? നിവി വേഗം തലകുനിച്ചു. ധ്രുവ് അവന് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സ് എടുത്തു. ധ്രുവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിവിയുടെ കണ്ണുകൾ കൂടെ കൂടെ ഡമയിലിട്ടേക്കുന്ന സാരിയിൽ നോട്ടമിടുന്നത്. ധ്രുവ് സെയിൽസ് ഗേളിനോടായി പറഞ്ഞു. അനോ, പിന്നെ ആ ഡമോ കിടക്കുന്ന ബ്ലൂ സാരി കൂടി. അപ്പോഴേക്കും നിവിയുടെ കണ്ണുകൾ വിടർന്നു. അവൾ പോലും അറിയാതെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ധ്രുവ് അത് ശ്രദ്ധിച്ചിരുന്നു. പിന്നെ അവിടെ നിന്നും ജ്വല്ലറി സെക്ഷൻ പോയി. അവൻ തന്നെ അവൾക്കായി കുറച്ച് ഓർണമെന്റ്സ് മേടിച്ചു. എല്ലാത്തിനും ഒരു കാഴ്ചക്കാരിയെ പോലെ അവൾ നിന്നു. അവൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവൻ മേടിച്ചു. മാൾ മുഴുവൻ അവളൊരു വിസ്മയ ലോകത്തെന്ന പോലെയാണ് ചുറ്റിക്കണ്ടത്. പിന്നെ അവർ ഫുഡ് കോർട്ടിൽ പോയി. ധ്രുവ് അവളെ ഫുഡ് കഴിക്കാൻ ടേബിളിലിരുത്തി. തനിക്കെന്താ കഴിക്കാൻ വേണ്ടത്? നിവി അപ്പോഴും എന്ത് പറയണമെന്നറിയാതിരുന്നു. സത്യത്തിൽ അവളുടെ ഇഷ്ടത്തിന് ഇന്ന് വരെ ഒരു സാധനവും അവൾ മേടിച്ചിട്ടില്ല. ആരും അവളോട് എന്താണ് വേണ്ടതെന്ന് പോലും ചോദിച്ചിട്ടില്ല. നിവേദ്യ, ഞാൻ തന്നോട് ചോദിക്കുന്നേ, വാട്ട് യു വാണ്ട്? എന്തേലും മതി. അവൻ ഗൗരവത്തോടെ തന്നെ തിരിച്ചു ചോദിച്ചു. ഓ റിയലി? പാവക ജ്യൂസ് ഓർഡർ ചെയ്യട്ടെ? നിവി എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു. അവസാനം ധ്രുവ് ഷവർമ മേടിച്ചു രണ്ടാൾക്കും നിവിയുടെ നേർക്ക് നീട്ടി വെച്ചിട്ട് അവനുള്ളത് കഴിച്ചു. നിവി പതിയിരുന്ന് കഴിച്ചു. ധ്രുവ് വേഗം കഴിച്ചിട്ട് ഫോണിൽ നോക്കിയിരുന്നു. ഏത് നേരവും ഫോണിൽ തന്നെ. ഈ ദേഷ്യത്തോടെ പറയുന്ന സ്നേഹത്തോടെ വേണ്ട, കുറച്ച് മയത്തോടെ പറഞ്ഞാലും എനിക്ക് മനസ്സിലാകാലോ. എന്തൊക്കെയോ ചോദിക്കാനും പറയാൻ തോന്നും. പക്ഷെ കാണുമ്പോൾ തന്നെയുള്ള ധൈര്യം പോകും. അവൾ അവൻ്റെ മുഖത്ത് നോക്കി ഓരോന്നാലോചിച്ചിരുന്നു. എന്നെ നോക്കി കഴിഞ്ഞെങ്കിൽ പോകാം. ധ്രുവിൻ്റെ ശബ്ദം കേട്ട് നിവി ഒന്ന് ചൂളിപ്പോയി. ഫോണിൽ നോക്കിയിരിക്കുന്നു. പിന്നെങ്ങനെ കണ്ടു ഞാൻ ആളെ ശ്രദ്ധിക്കുന്നു? അതും ആലോചിച്ച് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. തിരിച്ചു പോകുന്ന യാത്രയിലും മൗനമായിരുന്നു. എത്തിയപ്പോൾ തന്നെ രാത്രിയായി. എല്ലാ സാധനങ്ങളും ധ്രുവ് തന്നെ റൂമിൽ കൊണ്ടുവച്ചു. നിവി വേഗം പോയി ഫ്രഷായി വന്നു. പക്ഷെ ധ്രുവ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എവിടെ കിടക്കുമെന്ന് അവൾക്ക് സംശയമായി. അവളൊരു പിങ്ക് ടോപ്പും വൈറ്റ് പലാസ പാൻറ്റുമാണ് ഇട്ടത്. മുടിയൊക്കെ പൊക്കി മുകളിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അവസാനം ദക്ഷയുടെ റൂമിൽ തന്നെ പോകാൻ തീരുമാനിച്ചിറങ്ങിയതും ധ്രുവ് റൂം തുറന്ന് കയറിയതും ഒന്നായിരുന്നു. ധ്രുവ് സംശയത്തോടെ നെറ്റിച്ചൊളിച്ചു. അവളോടായി ചോദിച്ചു, നീ എവിടെ പോകുക? നിവി തലകുനിച്ച് തന്നെ പറഞ്ഞു. അത് പിന്നെ? ഏത് പിന്നെ? കിടക്കാൻ. ദക്ഷിണ നിന്നെ കെട്ടിയത്? ധ്രുവ് ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. അത് പിന്നെ? നിവേദ്യ, പോയി കിടക്കാൻ നോക്ക്. അപ്പോഴേക്കും നിവിയുടെ മുഖത്തൊരു തെളിച്ചം വന്നു. അവൾ മുന്നോട്ടേക്ക് നടക്കാൻ ആഞ്ഞതും ധ്രുവ് ഒരു ശാസന രൂപത്തിൽ വിളിച്ചു, നിവേദ്യ. നിവി വീണ്ടും സ്റ്റെക്കായി നിന്നു. നിവേദ്യ പോയതേ, ആ കട്ടിൽ കിടക്കാനാ പറഞ്ഞ്. നിവി കാറ്റ് പോലെ ബലൂൺ പോലെയായി. ധ്രുവകത്തേക്ക് കയറി ഫ്രഷാകാൻ പോയി. അവൾ നഖം കഴിച്ച് കട്ടിലൊരറ്റത്തായിരുന്നു. കുറച്ച് കഴിഞ്ഞു ധ്രുവ് ഫ്രഷായി ഇറങ്ങി. നിവേദ്യ, താൻ ഉറങ്ങിയില്ലേ? നിവി വേഗം കട്ടിലൊരറ്റത്തായി ഒട്ടിപ്പിടിച്ച് കിടന്നു. ധ്രുവ് കട്ടിലിൻ്റെ മറ്റൊരറ്റത്ത് കിടന്നു. ധ്രുവ് ലൈറ്റ് അണിച്ചപ്പോഴേക്കും നിവി വേഗം ചാടി എഴുന്നേറ്റു. ധ്രുവ് അത് മനസ്സിലാക്കിയതും വേഗം ലൈറ്റ് ഇട്ടു. ധ്രുവ് നോക്കിയപ്പോൾ കാണുന്നത് കണ്ണ് നിറഞ്ഞിരിക്കുന്ന നിവിയാണ്. വാട്ട് ഹാപ്പൻ നിവേദ്യ? എനിക്ക് ഇരുട്ട് പേടിയാ. ഇറ്റ്സ് ഓക്കെ, ലൈറ്റ് ഓഫ് ആക്കില്ല, താൻ കിടന്നു. നിവി അപ്പോഴേക്കും കിടന്നു. ധ്രുവ് അങ്ങേയറ്റത്താണ് കിടക്കുന്നതെങ്കിലും അവൻ അറിയുന്നുണ്ടായിരുന്നു മുറിയിൽ ഉയർന്നു വരുന്ന അവളുടെ ഏങ്ങലുകൾ. പക്ഷേ എപ്പോഴും ധ്രുവിൻ്റെ കബോർഡിൽ ഒരു ഫയലിൽ അവളെ തേടിയെന്ന പോലെ
സൂരജിൻ്റെ ഫോട്ടോയും റെക്കോർഡ്സും സുരക്ഷിതമായിരുന്നു. അതിനൊപ്പം തന്നെ ആ റൂമിൽ അവളുടെ ബാഗിൽ അവൻ കെട്ടിയ താലിയും. പിറ്റേന്ന് നിവി ഒന്ന് കൺചിമ്മി എഴുന്നേറ്റു. നിവി നോക്കിയപ്പോൾ ധ്രുവ് ബാഗ് പാക്ക് ചെയ്യുവാണ്. ഓഹ്, ഭാഗ്യം, പോകുവാണോ? ധ്രുവ് ഒരു പിസ്ത ഗ്രീൻ ടീഷർട്ട് പിന്നെ ബ്ലാക്ക് ഷോർട്സ് ആണ് വേഷം. നിവി കട്ടിൽ എണീറ്റ് വെറുതെ അവൻ ചെയ്യുന്നതൊക്കെ നോക്കിയിരുന്നു പോയി. നിവേദ്യ, ടൈം ഇപ്പോൾ 7. അയ്യോ, എണീക്കാൻ താമസിച്ചെന്ന് അവൾ മനസ്സിലോർത്തു പോയി. അവൻ അവളെ സഹതയോടെ നോക്കി. അവൾ വിചാരിച്ചത് അവൾ താമസിച്ചെണീറ്റത് ആൾക്കിഷ്ടമായില്ലെന്ന. ധ്രുവ് വീണ്ടും പാക്ക് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞു, നിവേദ്യ, ഏറെ ഇപ്പോൾ 8 മണിക്ക് താൻ ഫ്രഷായി ഇറങ്ങണം. 8 മണിക്ക് അവിടെ നിന്ന് പോകണം. എവിടേക്ക്? അവൾ വിക്കി ചോദിച്ചു. നമ്മളിവിടെ ഒരു പ്രോപ്പർട്ടി ഇഷ്യൂ ആയി വന്നതാ. മാത്രമല്ല എനിക്കിങ്ങനെ വീക്കിലി വരാൻ ബുദ്ധിമുട്ടാ. സോ നമുക്ക് പോകണം ഇവിടെ നിന്ന്. നിവേദിക്ക് സമാധാനമായി. എല്ലാവരും ഒത്താണല്ലോ പോകുന്നെന്ന് ഓർത്ത് നിവി വേഗം ചാടി എഴുന്നേറ്റു ബാത്റൂമിലേക്ക് പോയി. അപ്പോഴേക്കും ധ്രുവ് ഒരു ബ്ലാക്ക് വൈറ്റും ചെക്ക് ഷർട്ടും മിട്ട് ബ്ലാക്ക് ജീൻസ് പാൻറ് ഇട്ടൊരുങ്ങി ഹാളിലേക്ക് പോയി. ബാഗെല്ലാം വണ്ടിയിൽ കൊണ്ടുവച്ചു. നിവിക്കിടാനുള്ള ഡ്രസ്സ് അവൻ തന്നെ ചൂസ് ചെയ്ത് കട്ടിൽ വെച്ചു. നിവി ഒന്ന് ഫ്രഷായി ഇറങ്ങി വന്നു. കട്ടിലിരിക്കുന്ന ഡ്രസ്സ് കണ്ട് അവൾക്ക് മനസ്സിലായി അവൾക്കായി എടുത്തു വെച്ചതാണെന്ന്. അവളതൊക്കെ ഇട്ടൊരുങ്ങി ഇറങ്ങി. എല്ലാവരും അവളെ ചിമ്മാതെ നോക്കിയെന്നു. ധ്രുവ് അപ്പോഴും ഫോണിൽ തന്നെ. ആ, മോള് വന്നു, നന്നായിട്ടുണ്ട്, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. പക്ഷെ നിവി എല്ലാവരെയും മിഴിച്ചു നോക്കി. നീ എന്തെങ്ങനെ എല്ലാവരെയും മിഴിച്ചു നോക്കുന്നേ? അല്ല, നിങ്ങളാരും ഒരുങ്ങിയില്ലേ? അടുത്തിരിക്കുന്ന ധ്രുവിനെ ശ്രദ്ധിക്കാതെ അവൾ അവരോടായി ചോദിച്ചു. നമ്മളെന്തിനാ ഒരുങ്ങുന്നേ? എല്ലാവരും ഒത്തല്ലേ പോകുന്നേ? അവൾ മടിച്ചു ചോദിച്ചു. മോളെ, നമ്മൾ 3 പേരും നെക്സ്റ്റ് വീക്ക് വരികയുള്ളൂ. അപ്പോഴേ ഇവിടുത്തെ പ്രശ്നം തീരൂ. നിവി ഒന്ന് ഞെട്ടി. എല്ലാവരും ഒത്തുപോകുന്ന ഇതിലായിരുന്നു അവള്. പക്ഷേ ഇപ്പോൾ ധ്രുവും അവളും മാത്രം ഉള്ളെന്നറിഞ്ഞപ്പോൾ ആകെ പെട്ട അവസ്ഥയായി. അച്ഛേ, ഞാൻ നിങ്ങൾക്കൊപ്പം വരാം, അവൾ തലകുനിച്ച് പറഞ്ഞു. മോളുതെ അവനോട് പോയി പറയ്. നിവി മടിച്ചു അവനെ നോക്കി. എവിടെന്ന് ആളിന്ന് കേട്ട ഭാവം പോലും ഇല്ല. നിവി മടിച്ചു അവൻ്റെ അടുത്തേക്ക് പോയി. അത് ഞാനത് പിന്നെ ഇവർക്കൊപ്പം വരാം. അവനൊരു മാറ്റവുമില്ലാതെ തന്നെ ഇരുന്നു. ഓക്കെ. അപ്പോഴേക്കും നിവിക്ക് ലോട്ടറി അടിച്ച സന്തോഷം. അവളെല്ലാവരെയും നോക്കി സന്തോഷത്തോടെ, എങ്കിൽ വാ ധ്രുവ്, ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം. ഓക്കെ. എല്ലാവരും ഇരുന്ന് ആഹാരം കഴിച്ചു. ധ്രുവ് പോകാൻ വേണ്ടി ഇറങ്ങാൻ സമയമായി. നിങ്ങളെല്ലാവരും എന്നാ വരുന്നേ? നിവി അപ്പു പ്രിയംവദയ്ക്ക് പുറകിൽ നിന്നും. അവൻ പോകാൻ നേരം തിരിഞ്ഞെന്ന് ചോദിച്ചു. നെക്സ്റ്റ് വീക്ക് വരും മോനെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങട്ടെ? എല്ലാവരും സംശയത്തോടെ നോക്കി. നമ്മളോ? ചോദിച്ച തീരുമാനം മുന്നേ തന്നെ ധ്രുവ് പ്രിയംവദയുടെ പുറകിൽ നിന്ന നിവിയെ പൊക്കി തോളിലിട്ടു. എല്ലാവരും അന്താളിച്ചു. നിവിക്കാകെ എന്ത് ചെയ്യണമെന്നറിയില്ല. അവൾ കൈയും കാലിട്ട് അടിക്കാൻ തുടങ്ങി. ഞാൻ വരണമെന്നില്ല, വിട്. എല്ലാവരും ആകെ ഷോക്കായി നിന്നു. ധ്രുവ് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നുകൊണ്ട് എല്ലാവരോടൊക്കെ പറഞ്ഞു, ഓക്കെ ഗൈസ്, ബൈ, സീ ഓൾ നെക്സ്റ്റ് വീക്ക്. നേരെ നിവിയെ കാറിന്റെ ഡോർ തുറന്ന് അവൻ ഫ്രണ്ട് സീറ്റിലിരുത്തി സീറ്റ് ബെൽറ്റ് ഇടിയിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് അടുത്തപ്പോൾ അവൾ കരച്ചിലെല്ലാം മറന്ന് ശ്വാസമെടുക്കാൻ മറന്നുകൊണ്ടും കണ്ണുകൾ മുറുകെ അടച്ചിരുന്നു. ആ നിമിഷം കൊണ്ട് തന്നെ ധ്രുവ് ഡ്രൈവിംഗ് സീറ്റിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു. നിവിയുടെ മുഖം ഇപ്പൊ തക്കാളി പോലെയായി. അവൾ മുഖം കൂർപ്പിച്ചു പുറത്തേക്ക് നോക്കിയിരുന്നു. ധ്രുവ് അതൊന്നും മൈൻഡ് ചെയ്യാതെ പോലെ ഇരുന്നു. യാത്രയിൽ ധ്രുവ് അവൾക്ക് വേണ്ടി ഫുഡ് മേടിച്ചൊക്കെ കൊടുത്തു. അവനെ പേടിച്ച് അവൾ കഴിച്ചു. രാത്രി വണ്ടിയിലിരുന്ന ആൾ ഉറങ്ങി. പിറ്റേന്ന് പുലർച്ചയോടെ അവർ സ്ഥലത്തെത്തി. കാർ ഹോൺ കേട്ടപ്പോൾ തന്നെ സെക്യൂരിറ്റി കതക് തുറന്നു കൊടുത്തു. നിവി നല്ല ഉറക്കമായിരുന്നു. ധ്രുവ് തന്നെ അവളെ പൊക്കിയെടുത്ത് റൂമിൽ കൊണ്ട് കിടത്തി. എന്നിട്ട് അവൻ ഫ്രഷായി വന്നു. കട്ടിലിൻ്റെ ഒരറ്റത്ത് കിടന്നു. രണ്ടാളും യാത്രാ ക്ഷീണത്തിലായിരുന്നു. രണ്ടാളും നന്നായി ഒന്ന് മയങ്ങി. ഏകദേശം സന്ധ്യയായപ്പോൾ ധ്രുവ് കണ്ണ് തുറന്നു. എണീറ്റ് ഫോൺ നോക്കിയപ്പോൾ ഒരുപാട് മിസ്ഡ് കോൾ കിടക്കുന്ന കണ്ടു. അവൻ നെറ്റിയിൽ കൈവച്ചു. എഴുന്നേറ്റു. അപ്പോഴും നിവി നല്ല ഉറക്കം. ധ്രുവ് താഴേക്ക് വന്നപ്പോൾ ജോലിക്ക് നിൽക്കുന്ന ശ്രീദേവി അമ്മ വന്നിരുന്നു. ഏകദേശം 60 വയസ്സ് പ്രായമുള്ള സ്ത്രീ. ധ്രുവ് പോകാൻ വേണ്ടി ഒരുങ്ങിയിറങ്ങിയാണ് വന്നത്. ദേവിയമ്മേ, ആളുറക്കാണ്, എഴുന്നേറ്റ് വരുമ്പോൾ ഫുഡ് എന്തെങ്കിലും കൊടുക്കണേ, പിന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കണ്ട, ക്ഷീണം തരുമ്പോൾ തനി എണീറ്റോട്ടെ. ശരി മോനെ, ആയിക്കോട്ടെ. ധ്രുവിൻ്റെ കല്യാണം കഴിഞ്ഞതും അവർ ഒരുമിച്ച് വീട്ടിൽ വരുന്നെന്ന് പ്രിയംവദ വിളിച്ചു പറഞ്ഞിരുന്ന അവരോട് സമയം കടന്നുപോയി. ധ്രുവ് അവിടെ ഇല്ലെന്ന് മനസ്സിലായി അവൾക്ക്.
ഹാളിൽ വല്ലതും പോയി കാണുമെന്ന് അവൾ കരുതി. താൻ കിടക്കുന്ന ഏത് റൂമിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ എഴുന്നേറ്റ് കണ്ണുകൾ തിരുമ്മി ക്ലോക്കിൽ നോക്കി. സമയം 8. രാവിലെ 8 മണിയെന്നാ കരുതി അവൾ എഴുന്നേറ്റ് ബാൽക്കണി തുറന്നു നോക്കി. അപ്പോഴേക്കും പുറത്ത് നല്ല ഇരുട്ട്. അവൾ അന്തം വിട്ടുപോയി. രാത്രിയായോ ഇന്ന്? വേഗം അവൾ അകത്ത് കയറി ഫ്രഷായി. എന്നിട്ടും ധ്രുവിനെ കണ്ടില്ല. അതുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി. അവൾ അന്വേഷിക്കുന്ന കരുതി വാതിലിനടുത്തേക്ക് പോയതും അവിടെ മുഴുവൻ ഇരുട്ടും. ലൈറ്റെല്ലാം ഓഫായി. നിവ്യാകെ പേടിച്ച് വിരണ്ടു. മുഴുവൻ ഇരുട്ടും, അറിഞ്ഞൂടാത്ത സ്ഥലവും. അവൾക്ക് സൂരജിൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ അവൻ ആ വീട്ടിൽ അവൾ ഒറ്റയ്ക്കാക്കി പോയതാണ് ഓർമ്മ വന്നത്. ഇരുട്ടത്ത് ഒരു ഇഞ്ച് പോലും നടക്കാൻ പറ്റുന്നില്ല. ഉറക്കി ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിക്കാൻ നാവ് പൊങ്ങില്ല. മുഴുവൻ കൂരാക്കൂറ്റിരുട്ട്. അവൾ ഇരുട്ടിൽ തപ്പി റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഒന്നും കാണാൻ പറ്റുന്നില്ല. കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട്. പെട്ടെന്ന് മഴയും പെയ്തു. ശക്തമായ കാറ്റും ഇടിമിന്നലും. കാറ്റത്ത് ജനലുകളിൽ അടിക്കുന്ന ശബ്ദം എവിടേക്ക് കേൾക്കുന്നു. ദൂരെ തുറന്ന് കിടക്കുന്ന ജനലിനടുത്ത് ഒരു നിഴൽ രൂപം കൂടി കണ്ടപ്പോൾ അവളുടെ സമനിലയാകെ തെറ്റി. അവൾ ആകെ അമ്പരന്ന് പോയി. ശബ്ദം പുറത്തു വരാത്ത കൊണ്ട് തന്നെ അവൾ റൂമിലെ ഇരുട്ടത്ത് തപ്പിക്കയറി. ഇടിയുടെ ശബ്ദം അവളുടെ ചെവിയിൽ തുളഞ്ഞു കയറുന്ന പോലെ തറയിൽ ഊർന്നിരുന്നു. ആകെ ഭയം. എങ്ങോട്ട് പോകണമെന്നറിയില്ല. കണ്ണിലിറുക്കി അടച്ചു. അവൾ പേടിച്ചു ചെവികൾ പൊത്തിയിരുന്നു. മനസ്സലമുറിയിട്ട് കരയുന്നു. ശബ്ദം പുറത്ത് വരാത്തതുപോലെ. നിവ്യാകെ പേടിച്ചരണ്ടിരുന്നു. ഒന്ന് ശബ്ദിക്കാനാകാതെ. ധ്രുവ് വന്നപ്പോൾ മുഴുവൻ ഇരുട്ടായിരുന്നു. അവൻ ഗേറ്റ് കടന്ന് കാർ നിർത്തി. സെക്യൂരിറ്റിയെ ചോദിച്ചു, വാട്ട് ഹാപ്പൻ? കറണ്ട് പോയി, ഇൻവേർട്ടർ വർക്കാകുന്നില്ല. ഓക്കെ. ധ്രുവ് കാർ പാർക്ക് ചെയ്തിട്ട് ഫോൺ ടോർച്ച് ലൈറ്റ് കത്തിച്ചു. കതവിൽ മുട്ടി. അപ്പോഴേക്കും ശ്രീദേവി ഒരു ലാമ്പ് കൊണ്ടുവന്ന് കതവ് തുറന്നു കൊടുത്തു. ദൈവമേ, ഇവിടെ വേറെ ലാമ്പ് കത്തിച്ചു വെക്കാത്തെന്താ? മോൻ താമസിച്ചു വരുന്നോർത്ത് ഞാൻ കിടക്കുമായിരുന്നു. അതാ പിന്നെ. നിവേദ്യ എവിടെ? ആ കുട്ടി എണീറ്റില്ലെന്ന് തോന്നി. താഴേക്ക് ഇറങ്ങി വന്നില്ല ഇതുവരെയും. മോൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചുണർത്താനും പോയില്ല. ഫുഡ് എന്തേലും ഉണ്ടോ? ചപ്പാത്തി ഉണ്ടോ മോനെ? ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ദിമേ ഫുഡ് എടുത്ത് വെക്കും. ധ്രുവ് അതും പറഞ്ഞ് മുകളിലേക്ക് കയറി. മുകളിലത്തെ നിലയിലാകെ മുഴുവൻ ഇരുട്ടാണ്. ധ്രുവ് ഫോണിലെ ടോർച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. റൂമിലെ കതവ് തുറന്ന് കിടക്കുന്നത് കണ്ട് അവനൊന്ന് എത്തിച്ചു വിളിച്ചു. ലൈറ്റ് അടിച്ചകത്ത് കയറിയപ്പോൾ കട്ടില്ലാളെ കണ്ടില്ല. അവൻ വാഷ്റൂമിൻ്റെ അടുത്ത് പോകാൻ തുനിഞ്ഞതും അവളുടെ എങ്ങനെയുള്ള അവൻ്റെ ചെവിയിലെത്തി. അവൻ അങ്ങോട്ടേക്ക് ലൈറ്റ് അടിച്ചപ്പോൾ കണ്ടു കബോർഡിൻ്റെ സൈഡിൽ ഒതുങ്ങിക്കൂടി മുട്ടിൽ തലയും വെച്ചിരിക്കുന്ന ദിവ്യതയെ. ധ്രുവ് അവളെ തോളൊന്ന് തൊട്ടു. അവൾ ഞെട്ടി നോക്കി. പക്ഷേ അവൻ്റെ മുഖം കാണാത്തതുകൊണ്ട് അവൾ പേടിച്ച് കരയാൻ തുടങ്ങി. എനിക്ക് പേടിയ, ഒറ്റയ്ക്ക് പേടിയ, എനിക്ക് പേടിയ. അവൾ തലകുനിച്ച് കണ്ണിലിറുക്കി അടിച്ചിരുന്നു. ധ്രുവ് ആകെ അമ്പരന്ന് പോയി. അപ്പോഴാണ് അവൾക്കിരിട്ട് പേടിയാണെന്ന് പറഞ്ഞ കാര്യം അവൻ ഓർത്തത്. നിവേദ്യ, അവൾ കണ്ണിലിറുക്കി അടിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് പേടിയ. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. ധ്രുവ് വേഗം അവളുടെ അടുത്തിരുന്നു. അവൾ അവനെ പിടിച്ച് തള്ളി മാറ്റാൻ ശ്രമിച്ചു. അവൻ അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. നിവേദ്യ, റിലാക്സ്. ഞാനാണ്, ധ്രുവാണ്. നിവേദ്യ. അപ്പോഴേക്കും വെളിച്ചം വന്നു. വീട്ടിലെല്ലാ ലൈറ്റും കത്തി. നിവേദ്യ അപ്പോഴാണ് ധ്രുവാണ് ഫ്രണ്ടിലിരിക്കുന്നതെന്ന് മനസ്സിലായത്. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ അവൻ്റെ നെഞ്ചിൽ ഒതുങ്ങിക്കൂടി. നന്നായി ഞെങ്ങി കരയുന്നുണ്ടായിരുന്നു. ധ്രുവ് അവളെ തിരികെ മുറുകെ പിടിച്ചിരുന്നു. നിവേദ്യ, ഞാൻ വന്നില്ലേ, കരയാതെ. നിവേദ്യ നൂന്ന് നോക്കാതെ കരഞ്ഞുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾ ചോദിക്കുന്ന പോലെ പരിഭവത്തോട് ചോദിച്ചു, എന്തിനാ നെറ്റ് ഒറ്റക്കാക്കി പോയത്? എനിക്ക് പേടിയ. ഞാൻ പറഞ്ഞതല്ലേ അവരുടെ കൂടെ വരാന്ന്. എന്തിനാ? ഞാൻ പേടിച്ചുപോയി. ഞാൻ ഒറ്റയ്ക്കായി പോയി. അവൻ അവളോട് പാവം തോന്നി. സ്വയം കുറ്റബോധവും ഒറ്റക്കാക്കി പോയതോർത്ത്. നിവേദ്യ, അർജൻറ്റ് കോള് വന്നു, അതാ ഞാൻ പോയത്. ഐ എം സോറി. ഇയാളെ ഒറ്റയ്ക്കാക്കിയിട്ടല്ലോ ഞാൻ പോയത്. താഴെ ശ്രീദേവി അമ്മ ഉണ്ടായിരുന്നു. ഞാൻ ആരെ കണ്ടില്ല. താഴെ പോയില്ല. ധ്രുവ് അവളെ അരുമയായി തലോടി. താൻ പേടിക്കണ്ട, ഞാൻ വന്നില്ലേ, ഇനി ഒറ്റയ്ക്കാക്കി പോകില്ല. ഐ എം സോറി. പോകില്ലടോ. അവൾ അപ്പോഴവന് മുറുകെ കെട്ടിപ്പുണർന്ന് കരഞ്ഞു. കുറച്ച് സമയമായിട്ടും പെണ്ണ് കരച്ചിൽ നിർത്തുന്നില്ല. ഡോ, തരണീറ്റ്, മതി കരഞ്ഞത്. നിവേദ കണ്ണുകൾ തുടച്ചു. അവനിൽ നിന്നും അടർന്നു മാറി. അവൻ നോക്കിക്കാണുകയായിരുന്നു. കണ്ടാലേ അറിയാം, നന്നായി പേടിച്ച് കരഞ്ഞു. കണ്ണുകൾ കലങ്ങി.
മുഖമൊക്കെ വീർത്ത് ചുവന്ന് തൊടുത്തിരിക്കുകയായിരുന്നു അവളുടെ മുഖം. ധ്രുവ് അവളെ പിടിച്ച് കട്ടിലിരുത്തി. അവനൊന്ന് ഫ്രഷായി ഇടാൻ ഡ്രസ്സ് എടുത്തു. അവൻ വാഷ്റൂമിൽ പോകാൻ ഒരുങ്ങിയതും നിവി പേടിയോട് ചോദിച്ചു, എവിടെ പോകുക? വാട്ട്? ഞാൻ കൂടെ വരും. എന്തോ ഒരു നിമിഷം പോലും അവൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ തോന്നിയില്ല. അത്രമേൽ ഭയം അവളെ കീഴടക്കുകയായിരുന്നു.